ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. നമുക്കിന്ന് മടക്കുസ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ 1 കപ്പ് മൈദാമാവും 2 നുള്ളു ഉപ്പും മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ട് ഇനി നല്ലോണം ഒരിക്കൽ കൂടെ ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് അരിപ്പൊടി തൂവി കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് പരത്തിയിട്ട് ഈ മാവ് അതിലേക്ക് വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നല്ലോണം ഒന്ന് പ്രസ് ചെയ്യെങ്കിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ചപ്പാത്തി ഉരുട്ടണ കട്ട കൊണ്ട് നല്ലോണം ഒന്ന് എല്ലാ സൈഡും പരത്തി കൊടുക്കാം. ഒന്ന് നൈസായി കിട്ടണത് വരെ എല്ലായിടവും നമുക്കൊന്ന് പരത്തി കൊടുക്കാം. അരിപ്പൊടി ഇട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. നൈസായിട്ടങ്ങ് പരത്തിയെടുക്കാം, എളുപ്പമാണ് കേട്ടോ. ഇത് 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാവുന്നതാണ്, നല്ല ടേസ്റ്റായിരിക്കും. അത് നല്ലോണം ഒന്ന് നൈസായിട്ട് നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ എണ്ണ ഒന്ന് തേച്ച് കൊടുക്കാം. എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് രണ്ടായിട്ട് മടക്കണം. രണ്ടായിട്ടിങ്ങനെ മടക്കി അറ്റമൊക്കെ കറക്റ്റായിട്ട് വെക്കണം. വലിയ ചിലവൊന്നുമില്ല കേട്ടോ, വെറും 4 ചേരുവകൾ കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അങ്ങനെ 2 സൈഡ് മടക്കിയതിന് ശേഷം ഇനി അതിൻ്റെ മുകളിൽ എണ്ണ തേച്ച് കൊടുക്കാം. എണ്ണ തേച്ച് കൊടുത്ത് അടുത്തും ഒരിക്കൽ കൂടെ തിരിച്ചു മടക്കാം. തിരിച്ചു മടക്കി ഇനി അതിൻ്റെ പുറത്തും എണ്ണ തേച്ച് കൊടുക്കണം. എണ്ണ തേച്ച് കൊടുത്ത് ഒരിക്കൽ കൂടെ നമുക്കിങ്ങനെ മടക്കിയെടുക്കാം. എല്ലായിടവും ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ കറക്റ്റായി. ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കണം. ചെറുതായിട്ട് കട്ട് ചെയ്യണം. എല്ലാം ഒരേപോലെ കട്ട് ചെയ്ത് നമ്മളിത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് പരത്തിയെടുക്കണം. ചപ്പാത്തി കട്ട കൊണ്ട് അതിൻ്റെ പുറത്തൂടെ നൈസായിട്ടൊന്ന് നീളത്തിനൊന്ന് പരത്തിയെടുക്കണം. ആ ലെയറൊക്കെ എണ്ണ ഉള്ളത് കൊണ്ട് അതേപോലെ തന്നെ ഇരിക്കും കേട്ടോ. ഇനി എണ്ണ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നിരത്തിയിട്ട് ഓരോന്നായിട്ട് അതിൽ ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കാം. അതിൽ അരിപ്പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ല ഒരു മൊരിഞ്ഞ് വരും കേട്ടോ. ചെറിയ തീയിൽ വേണം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അത് ചുമന്ന് പോകും. ചെറിയ തീ ഇട്ട് കൊടുക്കുമ്പോഴത്തേന് തന്നെ നമുക്ക് ആ മഞ്ഞ കളറ് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞ് ചുമന്ന് പോകും. ശേഷം നമുക്ക് എടുക്കാനുള്ള സമയമായി. കോരിയെടുക്കാം. കണ്ട ആ ലെയറൊക്കെ കണ്ട എന്ത് നന്നായിട്ട് വന്നിരിക്കും, ചായക്കടയിലുള്ളത് പോലെയല്ലേ. എല്ലാം നമ്മൾ കോരിയെടുത്തിട്ട് വേറൊരു പാത്രം കണ്ടോ, കാണാൻ തന്നെ എന്ത് രസമാണല്ലേ. ആ ലെയറൊക്കെ അങ്ങനെ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് പഞ്ചസാര പാകമാണ്. അതിന് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് അടുപ്പത്ത് വെച്ച് നല്ലോണം ഒന്ന് കറക്കി കൊടുക്കണം. ഇനി നല്ലോണം കറക്കി അത് വെള്ള കളറിൽ പതഞ്ഞ് വരുന്ന ആ ഒരു പരുവം, അതായത് കയ്യിൽ പിടിച്ചിങ്ങനെ എടുക്കുമ്പോൾ നൂൽ പരുവം, ഇങ്ങനെ നൂലായിട്ട് ഇങ്ങനെ വരണം, ഒട്ടി അതുപോലെ എടുക്കണം. എടുത്തതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മടക്കുസ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നൊന്നായിട്ട് ആ പഞ്ചസാര പാഹിൽ മുക്കിയെടുക്കാം. ഇനി ഒരുപാട് സമയം പുറത്ത് വെച്ചിരുന്നാൽ തന്നെ അതൊന്ന് പിടിച്ച് കിട്ടുള്ളൂ. കണ്ടോ, നമുക്ക് ഇപ്പോൾ ആ പഞ്ചസാര പാഹ് വെള്ള കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നല്ലോണം അത് മുരിഞ്ഞിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. നല്ല ടേസ്റ്റായിരിക്കും ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ചെയ്ത് നോക്കണേ, മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ മടക്കുസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു. ബൈ ബൈ.